ഇറാനിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം പൊട്ടി പുറപ്പെടുകയാണ്. മഹ്സ അമീനി എന്നുള്ള പേര് ലോകത്താകമാനം മുഴങ്ങിക്കേട്ട ഒരു സമയം മുതൽ ഇന്ന് വരെ, പിന്നീട് ഇസ്രയേലുമായി ഘോരയുദ്ധത്തിന് തയ്യാറെടുത്ത സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയുമായി വലിയൊരു സന്ധി ചർച്ചയ്ക്ക് മുന്നിൽ കീഴ്പ്പെടേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ ആണവായുധ കലവറയടക്കം പൊടിപൂരമാക്കും, തച്ചു തകർക്കുമെന്ന് ട്രംപ് വെല്ലുവിളി ഉയർത്തുമ്പോൾ ഇറാൻ ആകെ പ്രതിസന്ധിയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു പോലീസ് വാഹനത്തിന് മുകളിൽ കയറി പൂർണ്ണ നഗ്നയായി ഒരു യുവതി ശക്തമായ പ്രതിഷേധം കനപ്പിക്കുന്നത്. തൻ്റെ തല പോയാലും കുഴപ്പമില്ല, ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും സ്വാതന്ത്ര്യത്തോടുകൂടി ഈ നാട്ടിൽ ജീവിക്കണം, ഈ രാജ്യത്ത് വിഹരിക്കാൻ കഴിയണമെന്നുള്ള ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത പ്രതിഷേധം ഈ രീതിയിൽ വസ്ത്ര നിയമത്തിനെതിരെ നടത്തുന്നത്. ഇതിനു മുൻപും ക്യാമ്പസ് പരിസരത്ത് ബിക്കിനി അണിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി നടത്തിയ പ്രതിഷേധം ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് രാജ്യത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണാ നിയമത്തിനെതിരെ ഇറാനിൽ വീണ്ടും നഗ്നമായ പ്രതിഷേധം നടത്തുന്നത്. ഇറാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ മഷാദിൽ പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയാണ് ഈ പെൺകുട്ടി ഇത്രയധികം വാശിയേറിയ ഒരു പ്രതിഷേധം നടത്തിയത്. പൂർണ്ണ നഗ്നയായി നഗരത്തിൽ നിർത്തിയിട്ട പോലീസ് വാഹനത്തിന് മുകളിൽ നിരവധി ആളുകൾ കാണുകയാണ് കയറി നിന്ന് പ്രതിഷേധിച്ചത്. സോഷ്യൽ മീഡിയയിലടക്കം ഈ വീഡിയോ ഇപ്പോൾ വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. പോലീസ് വാഹനത്തിൻ്റെ ബോണറ്റിൽ കയറി നിൽക്കുന്ന യുവതി പോലീസുകാരെ വെല്ലുവിളിക്കുകയാണ്. വീഡിയോ ദൃശ്യങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: തനിക്ക് നീതി വേണമെന്നും തൻ്റെ സഹോദരിമാർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം വേണമെന്ന് തന്നെയാണ് അവർ അലറി വിളിച്ചു പറയുന്നത്. വിൻഷീൽഡിൽ യുവതി ചാരി നിൽക്കുന്നതും ഇതിന് പിന്നാലെ കാണാനായി സാധിക്കും. വാഹനത്തിൽ നിന്നും ഏത് വിധേനയെങ്കിലും യുവതിയെ താഴെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഇറാനിലെ നിയമം അനുസരിച്ചുകൊണ്ട് ഒരു തലമുടി പുറത്ത് കണ്ടാൽ പോലും കടുത്ത നടപടി സ്വീകരിക്കുന്ന നിയമമുള്ള നാട്ടിൽ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ഒരു യുവതി ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷാവിധികളെക്കുറിച്ചൊക്കെ തന്നെ അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ട് പോലും ശക്തമായി പ്രതിഷേധിക്കുന്നതിൻ്റെ ആഴം, വ്യാപ്തി അതുതന്നെയാണ് ലോകം ചർച്ച ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, അവളെ വെടിവെച്ചിടാൻ പോലും ഒരു പോലീസുകാരൻ ഇടയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ് പച്ചയായ സത്യം. എന്നിട്ട് പോലും അതിനെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യുവതി ഏറ്റവും ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കമാണ് നടത്തിയത്. എന്നാൽ പിന്നീട് ആ യുവതിക്ക് എന്ത് സംഭവിച്ചു, ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ, അവർ എന്ത് ശിക്ഷയാണ് നൽകിയത് എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. വീഡിയോ വൈറലായി തന്നെ പ്രചരിച്ചതിന് പിന്നാലെ ഒട്ടനവധി ആളുകളാണ് ഈ യുവതിയുടെ പക്ഷം പിടിച്ച് രംഗത്ത് വരുന്നത്. അവർ സഹികെട്ടാണ് ഇങ്ങനെ ഒരു സമര പരിപാടിയിലേക്ക്, പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. അവർക്ക് മറ്റൊരു സ്ത്രീകളുടെയും പിന്തുണ പരസ്യമായി ലഭിക്കില്ല. എന്നിരുന്നാൽ പോലും അവരുടെയൊക്കെ തന്നെ മനസ്സിൽ ഈ സ്ത്രീ പറഞ്ഞതാണ് ശരി എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടാകൂ. ഇറാനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി അത് കടുത്ത രീതിയിൽ തന്നെയാണ് നിയമവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ നിയമങ്ങൾക്കെതിരെ നേരത്തെയും പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഈ പറഞ്ഞ നഗ്ന പ്രതിഷേധം പോലും പലയിടത്തും നടന്നു. നേരത്തെ പരാമർശിച്ച ടെഹ്റാനിലെ സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിനി അടിവസ്ത്രം മാത്രം ധരിച്ച് ക്യാമ്പസിലെത്തി സദാചാര പോലീസിൻ്റെ നിയമത്തിനെതിരെ ശക്തമായ വാദങ്ങൾ തന്നെയായിരുന്നു ഉയർത്തിയത്. അതിൻ്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു.